കർക്കിടകം 1 ജൂലൈ 17 വെള്ളിയാഴ്ച. രാമായണ മാസം ആരംഭിക്കുന്നു. ഈ സമയത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പല ദർശനം. നാലമ്പല ദർശനത്തിനായി ക്ഷേത്രങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ശ്രീരാമനെയും സഹോദരന്മാരായ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരെയും പ്രതിഷ്ഠിച്ച 4 ക്ഷേത്രങ്ങൾ ഒരേ ദിവസം സന്ദർശിക്കുന്ന ആചാരമാണ്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് നാലമ്പലത്തിലെ പ്രധാന ക്ഷേത്രം. ശ്രീരാമനാണ് പ്രധാന പ്രതിഷ്ഠ. പുരാതന ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ കേരളത്തിൽ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലക്ഷ്മണൻ പ്രധാന പ്രതിഷ്ഠായിട്ടുള്ള കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം നാലമ്പല യാത്രയിലെ 2ാമത്തെ പ്രധാന ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. 3ാമത് അമനകര ഭരതസ്വാമി ക്ഷേത്രം. രാമന്റെ പാതുകകൾ സിംഹാസനത്തിൽ വച്ച് രാജ്യം ഭരിച്ച ഭരതന്റെ ധർമ്മനിഷ്ഠയുടെ ഓർമ്മ നിലനിർത്തുന്ന ക്ഷേത്രമാണെന്ന് വിശ്വാസമുണ്ട്. മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ശത്രുഘ്നനാണ് പ്രധാന പ്രതിഷ്ഠ. നാലമ്പല യാത്രയുടെ അവസാന കേന്ദ്രം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. നാലമ്പല ദർശനം പുണ്യദർശനം. കേരളത്തിലെ പ്രശസ്തവും പരിപാവനവുമായ നാലമ്പല ക്ഷേത്രങ്ങളാണ് കോട്ടയം ജില്ലയിലെ രാമപുരം എന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ 4 ഗ്രാമങ്ങളിലായി സ്ഥിതി ചെയ്യുന്നത്. രാമപുരം എന്ന പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാം, ഭഗവാന്റെ പേരിലാണ് രാമപുരം അറിയപ്പെടുന്നത്. രാമപുരത്ത് ശ്രീരാമസ്വാമിയും കൂടപ്പലം എന്ന ഗ്രാമത്തിൽ ലക്ഷ്മണസ്വാമിയും അവിടെ നിന്ന് വടക്കു ഭാഗത്തായി 3 കിലോമീറ്റർ ദൂരത്തിൽ അമനകര എന്ന ഗ്രാമത്തിൽ ശ്രീ ഭരതസ്വാമിയും അമനകരയിൽ നിന്നും കിഴക്ക് വടക്കായി 2 കിലോമീറ്റർ ദൂരത്തിൽ ശ്രീ ശത്രുഘ്നസ്വാമിയും അധിവസിക്കുന്ന പുണ്യക്ഷേത്രങ്ങളാണ് രാമപുരത്തെ നാലമ്പലങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്ന കർക്കിടക മാസത്തിൽ രാവിലെ മുതൽ ഈ 4 ക്ഷേത്രങ്ങളിലും അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ ദിവസം ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എന്നത് മുജ്ജന്മ ദോഷപരിഹാരത്തിനും ഇഷ്ടാസന്താന സൗഭാഗ്യത്തിനും രോഗ ദുഃഖ ദുരിത നിവാരണത്തിനും അത്യുത്തമമെന്ന പൂർവികമായ വിശ്വാസവും ആചാരവും ഉള്ളതിനാൽ എല്ലാ വർഷവും വർദ്ധിച്ചു വരുന്ന ഭക്തജനത്തിരക്ക് അതിന് തെളിവായി നമുക്ക് കാണാൻ കഴിയും. എല്ലാ ഭക്തജനങ്ങൾക്കും വരുന്ന എല്ലാവർക്കും ദർശനം കൊടുക്കുവാൻ, ഒരേ ദിവസം തന്നെ ദർശനം നടത്തുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ദൂരം മാത്രമേ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ തമ്മിലുള്ളൂ. ഓരോ ക്ഷേത്രവും തമ്മിലുള്ള ദൂരം 3 കിലോമീറ്റർ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് രാവിലെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വൈകുന്നേരത്തിന് മുമ്പായി ഇവിടെ ദർശനം നടത്തുവാൻ സാധിക്കുന്നു. അതിനൊരു മറ്റൊരു പ്രത്യേകത, ക്ഷേത്രാചാരം അനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ 3 ഇരട്ടി ഗുണം ചെയ്യുന്ന ആ ക്ഷേത്രത്തിൻ്റെ പുറത്തുകൂടിയുള്ള പ്രദക്ഷിണം, അതിൻ്റെ 5 ഇരട്ടി ഗുണമുള്ള ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുകൂടിയുള്ള പ്രദക്ഷിണം, അതിനേക്കാൾ 6 ഇരട്ടി ഗുണമുണ്ട് ഗ്രാമപ്രദക്ഷിണത്തിന് എന്നാണ് നമ്മുടെ വിശ്വാസവും സങ്കല്പവും. അതുകൊണ്ട് രാമപുരത്ത് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നാലമ്പല ദർശനത്തോടൊപ്പം ഒരു ഗ്രാമപ്രദക്ഷിണവും പൂർത്തീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഭാരതത്തിൽ തന്നെ അപൂർവമായ ഒരു കാഴ്ചയായി നമുക്ക് കാണാൻ കഴിയും. ശാലീന സുന്ദരമായ പ്രകൃതി രമണീയമായ കാർഷിക ഗ്രാമമായ ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയും ഇവിടുത്തെ ദേവന്മാരുടെ അനുഗ്രഹവും ലഭിക്കുന്നതിനായി നാനാ പ്രദേശത്തു നിന്നും ആളുകൾ, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും മാത്രമല്ല ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് നാലമ്പല കാലത്ത് രാമപുരം എന്ന പുണ്യഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 ക്ഷേത്രങ്ങളും പരസ്പരം അധികം ദൂരെ അല്ലാത്തതിനാൽ ഒരേ ദിവസം സന്ദർശിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ കോട്ടയം ജില്ലയിലെ നാലമ്പല യാത്ര കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ നാലമ്പല ദർശനങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു.